അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ വന്നിട്ടുള്ളത് ഇന്നിവിടെ 3 വണ്ടിയല്ല കേട്ടോ, 3 സ്പെഷ്യൽ വണ്ടി. അതിൽ ഫസ്റ്റ് വണ്ടിയാണ് നമ്മളെ സ്കോർപ്പിയോ, നമ്മൾ ഷാബ്രോൻ്റെ ആണ്. പിന്നെ ഒരു ബഗ്ഗി ഇതുവരെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ നമ്മളുള്ളത് സിവിക് കേട്ടോ. ഇത് 3 നമ്മളെ ഫ്രണ്ടിൻ്റെ വണ്ടി തന്നെയാണ്. ബഗ്ഗി വരുന്നത് നിദ്രേഷിൻ്റെ വണ്ടിയാണ്. ബഗ്ഗി വരുന്നത് നമ്മളെ നിയാൽബ്രോൻ്റെതാണ്. പിന്നെ ഇത് ഇർഷു. അപ്പോൾ ഞാൻ ശരം കൂടിയായിട്ട് ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാം സെപ്പറേറ്റ് വീഡിയോ എടുത്ത് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. ഓക്കെ, this is my friend brand new Honda Civic 2006 മോഡലാണ് വരുന്നത്. KL U4277. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോ തന്നെ ഈ സിവിക്കിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ സിവിക്ക് എന്താ പറയുക, ആദ്യം തന്നെ ഞങ്ങൾക്ക് ലോങ് സൈറ്റിൻ്റെ ഒരു വിഷ്വൽസ് കാണിച്ചു തരാം. 4 സൈഡിലും എന്താ പറയുക, നല്ല മാരക ലുക്കായിട്ടാണ് സാധനം ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളെ ഫ്രണ്ട് തന്നെയാണ് വരുന്നത്. നിയാൽബ്രോൻ്റെ വണ്ടിയാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ വീലൊക്കെ ഉണ്ട്, കണ്ടല്ലോ എന്താ അതിൻ്റെ ടപ്പ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എന്താ പറയുക, ഫസ്റ്റ് തന്നെ ഒരു ഫ്രണ്ടിലേക്ക് വരാം കേട്ടോ. വരുമ്പോൾ ഹോണ്ടൻ്റെ ഒരു വലിയ ലോഗോ തന്നെ വരുന്നത്. പിന്നെ നമ്പർ പ്ലേറ്റ് നോർമലാണ് വരുന്നത്. പിന്നെ ഇതിൽ കാർബൺ ഫൈബറിൻ്റെ സ്റ്റിക്കറാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ താഴെ വരുമ്പോൾ നമുക്ക് ഗ്രില്ല് കാര്യങ്ങൾ ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫോഗ് ലാമ്പ് 2 സൈഡിലും വരുന്നുണ്ട്. പിന്നെ നമ്പർ അത്യാവശ്യം ലോവർ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു റബ്ബർ ടൈപ്പ്, അതായത് അടി തട്ടാതിരിക്കാൻ. എനിക്ക് തോന്നുന്നു കുറച്ചൊരു എന്തോ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്, വണ്ടി പോന്നിട്ടുണ്ട്. അടി തട്ടുമ്പോൾ ബമ്പറിലേക്ക് കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത്. അതേപോലെ ഈ ഡ്രില്ലും വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഹെഡ്ലൈറ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ ഇതാണ് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതും ഇതിൻ്റെ ഈ ഹെഡ്ലൈറ്റും വരുന്നത് ഇതാട്ടോ, സ്റ്റോക്ക് ലൈറ്റ് തന്നെയാണ്. പിന്നെ ഇതിൽ സെപ്പറേറ്റ് DRO ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഇതിൻ്റെ വീൽ ഭാഗത്തേക്ക് വരുമ്പോൾ അത് 18 ഇഞ്ചിൻ്റെ അലോയ് വീലാണ് വരുന്നത്. വീലൊക്കെ എന്താ പറയുക, ഇതിൻ്റെ സൈസ് കണ്ടോ, ഒരു ഫുള്ള് കൈ വെക്കുന്ന അത്രയും സൈസ് തന്നെ വരുന്നത്. പിന്നെന്താ പറയുക, വീലിൻ്റെ സൈഡ് വരുമ്പോഴും ഇതേപോലെ തന്നെയാണ്. ഓക്കെ, വണ്ടി അത്യാവശ്യം നല്ല എന്താ പറയുക, അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ലോവറായിട്ട് ചെയ്ത സാധനം തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ അതേപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴും സെയിം അലോയ് കാര്യങ്ങൾ, 18 ഇഞ്ചിൻ്റെ അലോയ്. പിന്നെ ബമ്പർ കാര്യങ്ങൾ അതൊക്കെ അങ്ങനെ ഇതായിട്ട് വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ സ്പോൺ മിറർ വന്നിട്ടുണ്ട്. 2 സൈഡിലും സ്പോൺ മിററാണ്. സ്പോൺ മിററും ഇതിൻ്റെ അലോയ് ബമ്പറും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ വരുന്നുണ്ടോ. പിന്നെ അതുപോലെ എന്താ പറയുക, വൈപ്പറും കാര്യങ്ങളൊക്കെ വരുന്നത് സ്റ്റോക്ക് വൈപ്പർ തന്നെയാണ്, ഒന്നും എക്സ്ട്രാ കയറ്റിയിട്ടില്ല. പിന്നെന്താ പറയുക, ഇതിൻ്റെ സൈഡിലും ഇതേപോലെ 2 സൈഡിലും സ്പോൺ മിററാണ്. പിന്നെ നമ്മൾ എടുത്തു വരേണ്ട കാര്യം, ഇതിൽ സൺറൂഫ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൺറൂഫ് കസ്റ്റം ചെയ്താണ്, സ്റ്റോക്ക് പുതിയ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ താഴത്തെ സ്കാറ്റിങ് സൈഡിലും ഫ്രണ്ട് ചെയ്തതുപോലെ തന്നെ സൈഡിലും നല്ല അടിപൊളിയായിട്ട് സ്കാറ്റിങ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കിങ് നോക്കുന്ന വ്യൂ ആണ് വരുന്നത്. ബാക്കിങ് എന്താ പറയുക, ഒരു രക്ഷയില്ല കേട്ടോ സാധനം കാണാൻ. പിന്നെ ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ ഒരു ഹോണ്ടൻ്റെ ഫ്രണ്ടിലുള്ള പോലെ തന്നെ ഹോണ്ടൻ്റെ ഒരു എംബ്ലവും കൂടി വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ, താഴത്തെ നമ്മളൊരു സ്പെഷ്യൽ കിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് സംതിങ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൽ 2 സൈഡിലും എക്സോസ്റ്റ് ഇല്ല, ഒരു സിംഗിൾ സൈഡ് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, നമ്മൾ ഇതേപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇത് കണ്ട ബമ്പർ നമ്മൾ ലോക്ക് ചെയ്തിട്ടാണുള്ളത്. അതായത് ഇത്രയും ലോവറായ ബമ്പർ ആകുമ്പോഴേ എന്തെങ്കിലും നമ്മളെ നാട്ടിലെ റോഡ് അറിയാമല്ലോ, കേരളത്തിൻ്റെ റോഡൊക്കെ ഇനി തട്ടലും മുട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് ആവേണ്ടതായിട്ട് ചെയ്തതാണ്. പിന്നെ നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് വരുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ വണ്ടി. നമ്മൾ എന്താ പറയുക, വീഡിയോയിൽ കണ്ട നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് നമുക്കറിയില്ല. വണ്ടി കാണാൻ ഒരു രക്ഷയില്ല. ഇതിൻ്റെ ലോങ് സൈറ്റും പിന്നെ എനിക്കിതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതിൻ്റെ സ്പെഷ്യലായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ എക്സോസ്റ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ് വരുന്നത്. ഓക്കെ, അത് നമുക്ക് ഇനി ഇൻറ്റീരിയൽ ഭാഗങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വണ്ടിൻ്റെ ഇൻറ്റീരിയൽ ഭാഗത്ത് ഡോറ് ലോക്ക് തുറന്ന് ഉള്ളിൽ കയറാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, മൊബൈലും ഉണ്ടായതുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് ഇൻറ്റീരിയലിനെ പറ്റി പറയുമ്പോൾ ഇൻറ്റീരിയൽ എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഇൻറ്റീരിയൽ ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് ആൻഡ് റെഡ് ആണ് വരുന്നത്. പിന്നെ നമ്മളെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പവർ വിൻഡോ ഇതിൻ്റെ. പിന്നെ ഇതാണ് ദിസ് ഈസ് മൈ ഫേവറേറ്റ്, അതായത് ഡ്രൈവിംഗ് ആട്ടാ. സ്റ്റാറിങ്ങിൻ്റെ മുമ്പിൽ ഇരിക്കുക എന്നുള്ളത് എന്താ പറയുക, അതൊരു പ്രത്യേകിച്ച് ഇങ്ങനത്തെ വണ്ടിയിലിട്ട് അത് ഓടിക്കുക എന്നുള്ളതൊരു
ഞങ്ങൾ ട്രിപ്പ് പോയി, പക്ഷെ ഞാൻ എന്താ പറയുക അത് നമ്മൾ വഴിയെ കാണിച്ചു തരാം. പിന്നെ ഇന്ത്യയിലെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതാ ഒരുപാട് നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഉള്ളിൽ ഒരുപാട് സ്പേസ് ഉണ്ട്, നല്ല നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഉള്ളിൽ. സ്റ്റീരിയോ കാര്യങ്ങൾ, പിന്നെന്താ നമ്മളെ സ്റ്റാറിങ്ങിൻ്റെ ബാക്ക് സൈഡ് ആയാലും എന്താ പറയുക അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. വണ്ടി പുറത്തുനിന്ന് കാണുന്ന പോലെ തന്നെ കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ യുദ്ധം ചെയ്തിട്ടുള്ള കാർബൺ ഫൈബറിൻ്റെ കോട്ടിംഗ് ആട്ടോ ചെയ്തിട്ടുള്ളത്, വണ്ടിൻ്റെ ഉള്ളിലൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്താ പറയുക നമ്മൾ എടുത്തു പറയേണ്ടത് സ്റ്റീരിയോ സെറ്റ്, AC, നോർമൽ വണ്ടിയിൽ വരുന്ന എല്ലാ സംഭവങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് ആണ്. പിന്നെ അതേപോലെ ഇത് കേട്ടോ ഗിയർ ലിവറും സംതിങ് ഡിഫറെൻ്റ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കേസ് ഇതിൻ്റെ സീറ്റാണ്. സീറ്റ് ബക്കറ്റ് സീറ്റാണ് വരുന്നത്. അത് റെഡ് ആൻഡ് ബ്ലാക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു രക്ഷയില്ല അതും കാണാൻ കേട്ടോ. എന്താ പറയുക ശരിക്കും ഒരു ലക്ഷറി വണ്ടിയിൽ വരുന്നൊരു ഫീലാണ്. ഇന്ത്യയിൽ കാണുമ്പോൾ തന്നെ അറിയാം. ബാക്കും ആക്ച്വലി ഇതിൻ്റെ ബാക്കിൽ വരുന്നത് 3 സീറ്റാണ്. പക്ഷെ എന്താ പറയുക ഇതിൻ്റെ ഫ്രണ്ടിൽ ഇത് വരുന്നത് കൊണ്ട് നമുക്കത് 2 സീറ്റ് ആക്കിയിട്ട് ഉപയോഗിക്കാം. ഇനി 3 ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കസ്റ്റമൈസ് ചെയ്ത സംഭവം കേട്ടോ. ശരിക്കും ഇത് വരുന്നത് 2 പേഴ്സണ് ഇരുന്ന് പോകാനുള്ളതാണ് വരുന്നത് കേട്ടോ. പിന്നെന്താ പറയുക ഇതാണ് ഇന്റീരിയറിലെ വിശേഷങ്ങളൊക്കെ. എന്തായാലും വണ്ടി നമ്മളെ നിയാൽ ബ്രോനെ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നമ്മളെ വിളിക്കുന്നുണ്ട്. സൺറൂഫ് ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വയറിന് ഒരു ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ തുറന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കിതാ ഇതിൻ്റെ എക്സോസ് നോട്ടൊന്ന് കേട്ടോ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സാധനമാണ് ഇതിൻ്റെ എക്സോസ് നോട്ടൊക്കെ. അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വരുന്നുണ്ടെങ്കിലും തൽക്കാലം നമുക്ക് റൈറ്റ് സൈഡ് ബ്രോ. ഒരു രക്ഷയില്ലാത്ത എക്സോസ് നോട്ടല്ല വരുന്നത്. ശരിയോ എങ്ങനെയുണ്ട് നമ്മളെ എക്സോസ് നോട്ട്? സൂപ്പർ അല്ലേ? അപ്പം എന്തായാലും ഇതേപോലത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ഒരുപാട് വണ്ടീൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ നമ്മളെ പേജ് ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ.